വ്യത്യസ്തമായിട്ടുള്ളൊരു മീൻകറിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും മീൻകറി വെക്കുന്നുണ്ടെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളൊരു മീൻകറിയല്ലേ, നല്ല ചുമന്നിരിക്കുന്ന ഒരു മീൻകറി. പക്ഷേ ഇത് മുളക് പൊടിയേ ചേർക്കുന്നില്ല ഈ മീൻകറിയിൽ. ഇതിന് മുളക് പൊടിക്ക് പകരം നമ്മൾ പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. ഈ മീൻകറി മത്തിയിലാണ് എപ്പോഴും ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ മീൻകറി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇന്ന് ഈ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു 4 വലിയ മത്തി എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ വൃത്തിയാക്കുന്നതിന് മുമ്പേ തന്നെ ഒരു 2 കഷ്ണം പുളി എടുത്തിട്ട് നല്ലതായിട്ട് കഴുകി ചെറുതായിട്ട് മുറിച്ചിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ആ പുളിയുടെ ആ സത്തൊക്കെ ആ വെള്ളത്തിലോട്ട് നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എപ്പോഴും മീൻകറി വെക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു അരപ്പ് തയ്യാറാക്കുക വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു സാമാന്യം നല്ല എരിവുള്ള ഒരു 7 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 15 പെപ്പർ കോൺസ് എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്. ഒരു 3 ചെറിയ അല്ലി വെളുത്തുള്ളിയുണ്ട്. പിന്നെ പൊടികൾ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണും ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ വലിയ സ്പൂണുമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. ചൂടായ എണ്ണയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 5 ചുമന്നുള്ളി, അതായത് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരുവിധം മൂത്തിട്ടുണ്ട്, ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവണ്ട. അപ്പോൾ അതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ച കുടംപുളി ഇട്ട് കൊടുക്കാം. പുളി ഇങ്ങനെ നമ്മൾ ആദ്യമേ ഒന്ന് വഴറ്റി കൊടുത്ത് കഴിയുന്നുണ്ടെങ്കിൽ ആ പുളിയുടെ നല്ലൊരു ഫ്ലേവർ ഈ കറിക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ മസാല പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി ഒരു ശകലം വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആദ്യമേ കുറച്ച് ചേർത്താൽ മതി. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തേക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് അടിക്ക് പിടിച്ചു പോകും. അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പുളി കുതിർത്ത് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീനിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുകയും ചെയ്യാവൂ, സ്പൂൺ ഇട്ട് ഇളക്കരുത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. മീൻ അടുപ്പ് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഉപ്പൊക്കെ മതിയോ എന്നൊന്ന് നോക്കാം. ഇത്തിരി ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാനൊരു ശകലം ഉപ്പൂടെ ചേർക്കുക. അപ്പോൾ എരിവ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റേജിൽ ഒരു 2-3 പച്ചമുളക് കീറിയതൂടെ ചേർത്ത് കൊടുക്കാം. എനിക്ക് ആവശ്യത്തിന് എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്ക് തീ ഇത്തിരി ഒന്ന് കുറച്ച് വെക്കാം. നമ്മൾ ഈ കറിയിൽ പെരിഞ്ജീരകം ചേർക്കുന്നതുകൊണ്ട് പുളി ഒത്തിരി ചേർക്കണ്ട. മറ്റുള്ള കറികളിൽ ചേർക്കുന്ന അത്രയും പുളി ചേർക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ഒരു 2 കഷ്ണം പുളി മാത്രം എടുത്തത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മീൻകറി അടുപ്പ് വെച്ചിട്ട് ഒരു 12-13 മിനിറ്റ് ആയിട്ടുണ്ട്. കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത്തിരി കറിവേപ്പില ഇങ്ങനെ കൈകൊണ്ടൊന്ന് ഞെരടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം. ഇത്തിരി നേരം ഇതൊന്ന് അടച്ചു വെക്കാം. നമുക്ക്
ഇതുപോലെ പകുതി തുറന്ന് വേണം അടച്ചു വെക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പച്ചമുളക് മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു തിക്കായിട്ടുള്ള ഗ്രേവി ഉള്ള ഒരു കറിയായിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തിക്ക് ഗ്രേവി വേണമെന്നുള്ളവർ വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി. ഇത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഒരു വെറൈറ്റി മീൻകറി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.